നമസ്തേ ഫ്രണ്ട്സ്, ഗുരുജിയാണ്. ട്രേഡിംഗ് ഇമോഷൻ ചാനലിൽ എല്ലാവർക്കും നമസ്കാരം. ഒരു വീക്കെൻഡൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ച് ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞറിയിക്കുക, ഷെയർ ചെയ്യുക. എന്നിട്ടൊരു ബെൽ ഐക്കൻ്റെ ഒരു ക്ലിക്കും കൂടെ അങ്ങ് ചെയ്തേക്കും. എങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴപ്പോഴായിട്ട് കിട്ടുന്നതായിരിക്കും. എപ്പോഴും നമ്മുടെ ഒരു ട്രേഡറാണ്, റീറ്റെയിൽ ട്രേഡറാണ് അല്ലേ, നമ്മളൊരു സാധാരണ റീറ്റെയിൽ ട്രേഡറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഓപ്ഷൻ ബയറാണ്. കുറേ വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇവിടെ പലപ്പോഴും എനിക്ക് ആദ്യകാലങ്ങളിൽ ഞാൻ എൻ്റെ അടുത്ത് എന്നെ ചോദിച്ചിട്ടുള്ള കാര്യം, മാർക്കറ്റ് ഒരു റെസിസ്റ്റൻ്റ് അവിടെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻ എടുക്കുമോ, അതല്ല ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ. ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള നമുക്ക് പലപ്പോഴും പല പ്രാവശ്യവും ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് കറക്റ്റായിട്ട് വരാറില്ല ലൈവ് മാർക്കറ്റിൽ. ഇത് റെസിസ്റ്റൻ്റ് തന്നെയാണോ, ഇത് ഇവിടുന്ന് റെസിസ്റ്റൻ്റ് എടുത്ത് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് പോകും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുറേ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും കുറേ ചാർട്ട് പാറ്റേണും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പഠിക്കാറുണ്ട്. ലൈവ് മാർക്കറ്റിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാറില്ല, ഒരു പേടി വരാറുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്ന് ഈ സപ്പോർട്ട് മാർക്കറ്റ് എടുക്കുമോ, ഇത് സപ്പോർട്ട് സ്ട്രോങ് ആണോ അല്ല വീക്ക് ആണോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ തമ്പനെയിൽ കണ്ടതുപോലെ ഹൗ ടു ഫൈൻഡ് സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ്. നമുക്ക് സ്ട്രോങ് ആയിട്ട് ഇത് സ്ട്രോങ് ആയിട്ട് ഇവിടെ നിന്ന് റിജക്ഷൻ ആകും. ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും ഒരു വാങ്ങിക്കാം. ഒരു ഓപ്ഷൻ ബയർ ഒരു ഇൻഡെക്സിൽ അല്ലെങ്കിൽ ഒരു ബാങ്ക് നിഫ്റ്റിയിലോ ഫിൻ നിഫ്റ്റിയിലോ ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഇത് നല്ല സ്ട്രോങ് റെസിസ്റ്റൻ്റ് തന്നെയാണ്. ഇവിടെ നിന്ന് ഒരു നമ്മളിങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും താഴോട്ട് നല്ലൊരു പിക്ക് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. ഇവിടെ നിന്ന് എന്തായാലും നമുക്കൊരു വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മുകളിലോട്ട് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഇത് നമ്മുടെ ഒരു മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. മാർക്കറ്റ് പ്രൊഫൈലിൽ നമ്മൾ കാണുന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ മാർക്കറ്റ് പ്രൊഫൈലിൽ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് സിംഗിൾ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഈ സിംഗിൾ പ്രിൻ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിംഗിൾ പ്രിൻ്റ് വെച്ച് നമുക്കൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ഈ സിംഗിൾ പ്രിൻ്റ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് സിംഗിൾ പ്രിൻ്റ് ഇൻ മാർക്കറ്റ് പ്രൊഫൈൽ. മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കൂ. നമ്മൾ അതിന് സിംഗിൾ പ്രിൻ്റിന് ഒരു ടൈപ്പ് ഓഫ് സിംഗിൾ പ്രിൻ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് സപ്പോർട്ടും റെസിസ്റ്റൻറ്റും ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നോ നമുക്ക് കോൺഫിഡൻസ് കിട്ടാനായിട്ട്. ഇതൊരു മാർക്കറ്റ് പ്രൊഫൈൽ കോൺസെപ്റ്റാണ്. ഇതെന്താ പറയുന്നത് വെച്ചാൽ, സിംഗിൾ ലെറ്റർ ഒരു TPO പ്രിൻ്റ് ആകുന്ന, ആ ഗ്രാഫിൽ പ്രിൻ്റ് ആകുന്നതിനാണ് സിംഗിൾ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇതിനെ പലപ്പോഴും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൽ വേറൊരു കാര്യം കൂടെ ചേർത്ത് വായിക്കാറുണ്ട്. ഒരു ബൈയിങ് ടെയിൽ എന്നും സെല്ലിംഗ് ടെയിൽ എന്നും നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിൽ കാണാറുണ്ട്. ഈ സിംഗിൾ പ്രിൻ്റ് എന്താ പറയുന്നത് വെച്ചാൽ, ഇതെങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്ന ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംഗിൾ പ്രിൻ്റ് ആർ പ്രൈസ് ലെവൽസ് കണ്ടെയ്നിങ് ഓൺലി 1 TPOs. They indicate that market has moved too fast in that area and price will most likely tend to return those level in the future. കണ്ടോ, അതായത് സിംഗിൾ പ്രിൻ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് പോകും. മോസ്റ്റ് ലൈക്ലി, അതായത് ഒരു 75% മാർക്കറ്റ് ആ ലെവലിലോട്ട്, ആ സിംഗിൾ പ്രിൻ്റ് ലെവലിലോട്ട് തിരിച്ച് വരും ഇൻ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ വന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ആസ് എ റീറ്റെയിൽ ട്രേഡർ, ആസ് എ ഇൻട്രാഡേ ട്രേഡർ, ഒരു മാർക്കറ്റ് പ്രൊഫൈലിൽ ഓപ്ഷൻ ബയറായിട്ട് ഇരിക്കുന്ന നമ്മൾ ഇതൊക്കെ പഠിക്കണം. കാര്യത്തിൽ ഓപ്ഷൻ ബയർ നമ്മൾ വെറും ഒരു 20,000 രൂപ അല്ലെങ്കിൽ ഒരു 50,000 രൂപ മാക്സ് ടു മാക്സ് 1 ലക്ഷം രൂപ വെച്ച് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഇപ്പം മാർക്കറ്റ് പ്രൊഫൈലിൽ 1 ലക്ഷം രൂപ നമ്മുടെ ജയ് എന്ന് പറഞ്ഞ പാണ്ടിച്ചേരിയിലൊരു ഓപ്ഷൻ ബയറാണ്, മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ നല്ലൊരു ബയറാണ്. കുറേ വർഷങ്ങളായിട്ട് പുള്ളിക്കാരൻ ഇത് മാർക്കറ്റ് പ്രൊഫൈലിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ വെറും 3 ലക്ഷം രൂപയാണ് ഓപ്ഷൻ ബയർ. പുള്ളി സ്റ്റോക്ക് ബൈയിങ് ആണ്, പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 3 ലക്ഷമാണ്. അപ്പോൾ അത്രയ്ക്കും വലിപ്പമായിട്ട് പോയില്ല എന്നുണ്ടെങ്കിലും
1,00,000 രൂപ, 50,000 രൂപ, 20,000 രൂപ മതി ഒരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല പ്രോഫിറ്റുകൾ നമുക്ക് നേടാനായിട്ട്. മാർക്കറ്റിൽ ഇഷ്ടംപോലെ പൈസ കിടപ്പുണ്ട്, മാർക്കറ്റിൽ ഇഷ്ടംപോലെ പൈസ കിടപ്പുണ്ട്. അത് എങ്ങനെ എടുക്കണം, നമ്മുടേതാക്കി എങ്ങനെ മാറ്റണം എന്ന് നമ്മൾ വിചാരിച്ചെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിന് മാർക്കറ്റ് പ്രൊഫൈൽ നല്ലൊരു ടൂളാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. സിംഗിൾ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു TPO ആണ്, ഒരു സിംഗിൾ ഒരു TPO ആണ്. അതെന്താണ് നമ്മൾ ചാർജിൽ പോയിട്ട് നോക്കുന്നതാണ് അടുത്തത്. എന്നിട്ട് ഇത് നല്ല ഫാസ്റ്റായിട്ട് അവിടെ നിന്ന് മൂവ് ആകും. മോസ്റ്റ് ലൈക്ലി ഒരു 75-80% മാർക്കറ്റ് തിരിച്ച് ആ ഏരിയയിലോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇൻ ഫ്യൂച്ചർ. അതൊരു ഞാൻ പറയുന്നത് ഒരു 3 അല്ലെങ്കിൽ 4 ട്രേഡിംഗ് ദിവസത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ, ഈ ലെവലിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നല്ല സപ്പോർട്ടായിട്ട് മാറും. അതെന്തായിട്ട് മാറും? നല്ല സപ്പോർട്ടായിട്ട് മാറും. അതേപോലെ ഈ മുകളിൽ നിന്നൊരു സെല്ലിംഗ് ടെയിലോടുകൂടി ഒരു സിംഗിൾ പ്രിൻ്റ് മാർക്കറ്റ് വന്നു എന്ന് വിചാരിച്ചോളൂ. അത് 2 ദിവസം 3 ദിവസത്തിനകത്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ അതൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. ഈ 2 സപ്പോർട്ടും, അതായത് ഈ സപ്പോർട്ടും ഈ റെസിസ്റ്റൻറ്റും നമുക്ക് 100% വിശ്വസിക്കാം. 100% എന്ത് ചെയ്യാം? നമുക്ക് വിശ്വസിക്കാം. അതല്ലേ വേണ്ടതല്ലേ? വിശ്വാസമാണ് എല്ലാം. ആ വിശ്വാസം നമുക്ക് നല്ല രീതിയിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്ട്രോങ് ആണ് റെസിസ്റ്റൻറ്റ്, ഇത് സ്ട്രോങ് ആണ് സപ്പോർട്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റിക്കൂടാ? അപ്പോൾ നമ്മൾ ചാർട്ടിലോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ അത് എന്താണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ചാർട്ടിലോട്ട് പോയിട്ട് നോക്കുകയാണ്. ഇത് കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെ നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണ് നിങ്ങൾ നോക്കുന്നത്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്, എൻട്രിയും എക്സിറ്റും. ഇത് നിഫ്റ്റി ഫ്യൂച്ചറാണ്. ഇത് തന്നെ മാർക്കറ്റ് പ്രൊഫൈലിൽ നമ്മൾ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, മാർക്കറ്റ് പ്രൊഫൈലിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം ഒരു ബൈയിങ് ടെയിലിൽ വെച്ച് നമുക്ക് നോക്കാം. ബൈയിങ് ടെയിലിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ്, ആ സിംഗിൾ പ്രിൻ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇത് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഒന്ന്, ഇതിനകത്ത് മാർക്കറ്റ് പ്രൊഫൈൽ അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് എൻഡ് ഓഫ് ദ ഡേ ഈ ചാർട്ട് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് ഗോ ചാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഗോ ചാർട്ടിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഗോ ചാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കിട്ടും. ഇത് എൻഡ് ഓഫ് ദ ഡേ EOD ചാർട്ട് ഫ്രീ ആണ്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, 1300 രൂപയേ ഉള്ളൂ ലൈവ് മാർക്കറ്റിൽ ഈ ചാർട്ട് കിട്ടാനായിട്ട്. ലൈവ് മാർക്കറ്റിൽ സിംഗിൾ പ്രിൻ്റ് നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ലൈവ് മാർക്കറ്റിൽ വരുന്ന സിംഗിൾ പ്രിൻ്റ് വേറെയാണ്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞ് കിട്ടുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ട്രോങ് ആണോ എന്ന് നോക്കാനായിട്ടാണ് ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ് ഫ്രീ ആണ്. ഇപ്പോൾ സിംഗിൾ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ടെറിട്ടറി ഉണ്ടല്ലോ, അതായത് രാവിലെ A പീരീഡ് മുതൽ ഈ B പീരീഡ് വരയ്ക്കുമുള്ള ഈ ലെവൽ, ഈ സ്ഥലത്തിനെയാണ്. കാരണം ഇത് ഇവിടെയൊക്കെ 2 BC, BCD, CDE, CDE, CDEF ഇങ്ങനെ കുറച്ച് ലെറ്റേഴ്സ് വെച്ചിട്ട് ഇവിടെയൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ വറി ചെയ്യേണ്ട. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ വരുന്ന ദിവസങ്ങളിൽ. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ വറി ചെയ്യേണ്ട. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിംഗിൾ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലെറ്റർ മാത്രം ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരുന്ന ഈ ലെവലിനെയാണ് സിംഗിൾ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇത് 90% എല്ലാ ഇൻഡെക്സിലും, എല്ലാ ക്രിപ്റ്റോയിലും, ക്രൂഡ് ഓയിലിലും, എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ 30 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇത് സിമ്പിളായിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞു അല്ലേ. ഇത് എന്നാ ദിവസം? ഇത് വന്നിട്ട് 8-ാം തീയതിയാണ്. മെയ് 8-ാം തീയതി ഒരു നല്ലൊരു ബൈയിങ് ടെയിലോട് കൂടി ഒരു സിംഗിൾ പ്രിൻ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉറപ്പിച്ചേ, ഈ സിംഗിൾ പ്രിൻ്റ് നമ്മൾ ഉറപ്പിച്ചേ. ഓക്കെ, അപ്പം അതിനകത്ത് നമ്മൾ രണ്ടാമത് വായിച്ച കാര്യം എന്താണ്? അതായത് രണ്ടാമത് വായിച്ചത് ഈ സിംഗിൾ പ്രിൻ്റിലോട്ട് മാർക്കറ്റ് തിരിച്ചു വരും ഇൻ ഫ്യൂച്ചർ. 3 അല്ലെങ്കിൽ 4 ദിവസത്തിനകത്തോ, 3 അല്ലെങ്കിൽ 4 ട്രേഡിംഗ് ദിവസത്തിനകത്തോ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും ഈ ലെവൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോഴെന്താ നോക്കുന്നത് ഇവിടെ? ഓക്കെ, ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട്, നമ്മൾ ട്രേഡ് ചെയ്യുന്ന ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ഈ ലെവൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ എന്താ ചെയ്യുക? ഇതിൻ്റെ ലെവൽ എന്താണ്? ഇവിടെ എന്താണ് പറയുന്നത്? ഈ ലെവല് 18,230, 18,230. ഇപ്പോൾ നമ്മൾ ഇത് 8-ാം തീയതിയാണ്, മെയ് 8-ാം തീയതിയാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ഇവിടെ ചെയ്യുകയാണ്. ഇവിടെ നിന്നൊരു
ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. എന്താ ലെവൽ നമ്മൾ നോക്കിയത് 18,230. അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്യാണ് കേട്ടോ, 18,230. ഓക്കെ, 230 സിംഗിൾ പ്രിൻ്റ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ഏത് കളർ വേണോ കൊടുക്കാം. ഓക്കെ, നമ്മളൊരു ഗ്രീൻ കൊടുക്കാം, സപ്പോർട്ട് ആയതുകൊണ്ട് ഒരു ഗ്രീൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്നാ നടന്നത്? 8-ാം തീയതി അല്ലേ? ഇത് 8-ാം തീയതിയാണ് നല്ലൊരു ബൈയിങ് ടൈം. നമ്മൾ രണ്ടാമത് വായിച്ചത് തിരിച്ച് ഈ ലെവലിലോട്ട് മാർക്കറ്റ് വരും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത്? ഇത് നല്ല സ്ട്രോങ് സപ്പോർട്ടാണ്, ഈ ലെവൽ നല്ല സ്ട്രോങ് സപ്പോർട്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ എന്താണ് 8-ാം തീയതിക്ക് ശേഷം എന്താണ് നടന്നിരിക്കുന്ന മാർക്കറ്റ്. ഇതാണ് 8-ാം തീയതിത്തെ പ്രൊഫൈൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ തോന്നുന്നു ഇത്. ഓക്കെ, ഇതാണ് 8-ാം തീയതി മാർക്കറ്റ് നല്ലൊരു അപ്പ് മൂവായി. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇമോഷൻ, അയ്യോ ഇത്രയും അപ്പ് മൂവായല്ലേ മാർക്കറ്റ്, ഇതിൻ്റെ തൊട്ട് മുകളിലോട്ട് ഇത് വീണ്ടും പോയി, നമുക്ക് കിട്ടിയില്ലല്ലോ, ഈ ഒരു അപ്പ് മൂവ് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് ആരും വിഷമിക്കണ്ട. പക്ഷേ ഇത് വിശ്വസിക്കുക, ഈ ലെവൽ 18,230 എന്ന് പറയുന്ന ലെവൽ സ്ട്രോങ് സപ്പോർട്ടാണ് എന്ന് വിശ്വസിക്കുക. ഇപ്പോൾ വിശ്വാസത്തിന് നമുക്ക് നോക്കാം. ഇത് 8-ാം തീയതിയുള്ള ഒരു അപ്പ് മൂവാണ്. അതിനുശേഷം ഇത് നമ്പർ 1 അടുത്ത ട്രേഡിംഗ് ദിവസമാണ്. ഇത് നമ്പർ 2 രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസമാണ്. ഇത് 3-ാമത്തെ ട്രേഡിംഗ് ദിവസമാണ്. അങ്ങനെ ഈ സിംഗിൾ പ്രിൻ്റ് വന്നതിന് ശേഷം 1, 2, 3 അതിനകത്ത് രണ്ടാമത്തെ വരി വായിക്കുക. ഇത് മാർക്കറ്റ് ടെൻഡ് ടു വിസിറ്റ് ദിസ് ഏരിയ എഗെയിൻ. നമ്മുടെ ഓപ്പർച്യൂണിറ്റി മുകളിൽ താഴോട്ടല്ല, ഇത് വരാതിരിക്കാം, അതല്ല. ഓക്കെ, ഇത് മുകളിൽ താഴോട്ട് വരാതിരിക്കാം. പക്ഷെ നമുക്ക് 100% അക്യുറസി എവിടെ കിട്ടുന്നത്? ഈ ലെവലിൽ വരുമ്പോൾ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടണം. സ്ട്രോങ് സപ്പോർട്ടാണോ എന്നുള്ളത് ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കണ്ടോ. അതായത് 1, 2, 3 4-ാമത്തെ ദിവസം മാർക്കറ്റ് ആ സിംഗിൾ പ്രിൻറ്റിൻ്റെ അവിടെ വന്നപ്പോൾ 4-ാമത്തെ ദിവസം നമ്മുടെ ഇവിടെ വെറുതെ ഒരു ലൈനാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. എന്നിട്ട് 4-ാമത്തെ ദിവസം മാർക്കറ്റ് എക്സാക്ട്ലി 18,230 എന്ന് പറയുന്ന ലെവലിൽ നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും നോക്കാം, നിങ്ങൾ ഏത് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ വേണമെങ്കിലും നോക്കാം, നിങ്ങൾക്ക് എന്ത് വേണം നോക്കാം. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ, കാരണം 2 നല്ല റെഡ് ക്യാൻഡിലാണ്, രാവിലെ ഒരു ഗ്യാപ് ഡൗൺ ആയി മാർക്കറ്റ്. ഓക്കെ, എല്ലാവരും പീക്കാണ് ഇവിടെ ശ്രമിക്കുന്നത് കണ്ടോ. എല്ലാവരും മാർക്കറ്റ് ബാരിഷാണ്, ഗ്യാപ് ഡൗൺ ആണ്, പ്രീവിയസ് ഡേ ലോക്ക് താഴെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് ഓപ്പൺ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് താഴോട്ടാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. നോ പ്രോബ്ലം. ഞാൻ സിറ്റ് ആൻഡ് റിലാക്സ്. ഇവിടെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്താൽ ഞാനൊരു ഒരു ഓപ്പോസിറ്റ് ട്രേഡാണ് ഞാൻ എടുക്കാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എൻ്റെ ധൈര്യം കൂടുകയാണ്, ഒരു റിവേഴ്സൽ ട്രേഡിന് ധൈര്യം കൂടുകയാണ്. കാരണം വെച്ചാൽ ഈ സിംഗിൾ പ്രിൻ്റ് എനിക്ക് കൂടുതൽ ബലം തരുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ മാർക്കറ്റ് തരും. ഓക്കെ, അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഞാനൊരു 15 മിനിറ്റ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ എടുക്കുന്നില്ല, ഞാൻ എടുക്കും ഞാൻ ഡിസൈഡ് ചെയ്തു. കാരണം അതിൻ്റെ അടുത്താണ് 18,231 ഏരിയ ഇതിൻ്റെ അടുത്താണ് അല്ലേ. ഞാൻ പിക്ക് ശ്രമിക്കുന്നില്ല, എനിക്ക് ഈ റൈഡാണ് വേണ്ടത്, ഈ ഒരു അപ്പ് മൂവാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? ഓക്കെ, ഇപ്പോൾ 15 മിനിറ്റിൽ എക്സാക്ട്ലി 18,230 എന്ന് പറഞ്ഞ സ്ഥലത്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുകയും ഒരു നല്ലൊരു റിവേഴ്സൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തരികയും ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് എത്ര പോയിൻ്റാണ് എനിക്ക് കിട്ടുന്നത്? ഓക്കെ, 130 പോയിന്റ്. പക്ഷേ രാവിലെ ആണെങ്കിലോ ഇവിടെ നിന്ന് ഇത്രയും ദൂരം വെറും ഒരു 70 പോയിന്റിൻ്റെ ഇതേ ഉള്ളൂ. പക്ഷേ എനിക്ക് 130 വലുത്. ഈ മുകളിലോട്ട് എടുക്കുന്ന റിവേഴ്സൽ ട്രേഡ് അല്ലേ വലുത്. പലപ്പോഴും ഞാൻ ടെലഗ്രാം ചാനലിൽ റിവേഴ്സൽ ട്രേഡ് എടുക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ആലോചിച്ചിരിക്കും, ഇതെങ്ങനെയാണ് ഇത് പറ്റുന്നത്, എങ്ങനെയാണ് ഈ റിവേഴ്സൽ ട്രേഡ് ഈ താഴെ വീഴുന്ന മാർക്കറ്റിൽ അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്ന മാർക്കറ്റിൽ താഴോട്ട് എങ്ങനെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക? അതിനാണ് യുണീക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ഈസ് എന്താ പറയുക, നല്ലൊരു ഇൻഫർമേഷൻ നമുക്ക് തരും. കണ്ടോ, എക്സാക്ട്ലി ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ പീരീഡിന് മുകളിൽ താഴെ നല്ലൊരു റിവേഴ്സൽ തരികയും മുകളിലോട്ടൊരു നല്ലൊരു അപ്പ് മൂവ് നമുക്ക് കിട്ടുകയും ചെയ്തു. സോ ഇതാണ് ദ പവർ ഓഫ് മാർക്കറ്റ് പ്രൊഫൈൽ. ഇത് മാർക്കറ്റ് പ്രൊഫൈൽ നല്ല രീതിയിൽ പഠിക്കുക. ഇതൊരു സ്ട്രോങ് സപ്പോർട്ടിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമുക്കൊരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് കിട്ടി. ഈ ഇടയ്ക്ക് ഒരു സ്ട്രോങ് റെസിസ്റ്റൻ്റ് മാർക്കറ്റിൽ നമുക്ക് കിട്ടുക ഉണ്ടായി. ഓക്കെ, അതിനെക്കുറിച്ചും നമുക്ക് നോക്കാം. ഈ ഇടയ്ക്ക് ഇതുണ്ടോ, ഇതൊരു നല്ലൊരു എന്താ പറയുക, എൽ പീരീഡിൽ നല്ലൊരു സിംഗിൾ പ്രിൻ്റാണ്. എൽ പീരീഡിൽ
നല്ലൊരു സിംഗിൾ പ്രിൻ്റാണ് ഈ ദിവസം നമുക്ക് കിട്ടിയത്. ദിസ് ഈസ് കോൾഡ് സെല്ലിംഗ് ടെയിൽ എന്നും മാർക്കറ്റ് പ്രൊഫൈൽ ആൾക്കാർ വിളിക്കാറുണ്ട്. സെല്ലിംഗ് ടെയിൽ. ഓക്കെ, സെല്ലിംഗ് ടെയിൽ വന്നു, ഉഗ്രൻ. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഇതിൻ്റെ അടുത്ത് മാർക്കറ്റ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതൊരു നല്ല സെല്ലിംഗ് ട്രെയിലാണ്. മുകളിൽ നിന്നുള്ളൊരു സിംഗിൾ പ്രിൻ്റാണ് ഇത്. ഇത് ഏത് ദിവസമാണ് കണ്ടോ? ഇത് ഏത് ദിവസമാണ്? ഇത് വന്നിട്ട് 16 ജൂൺ. നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എൻഡ് ഓഫ് ദി ഡേ ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാർട്ടാണ്. നിങ്ങൾ നാളെയും ഇന്നും നാളെയൊക്കെ ഇരുന്ന് ഇത് നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഒന്ന് വരയ്ക്കാം. ഇതെന്താണ് ലെവല്? ഇത് വന്നിട്ട് 18,920. ഓക്കെ, 18,920 16-ാം തീയതി. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു റെഡ് ലൈനും, ഓക്കെ, റെസിസ്റ്റൻ്റ് അല്ലേ, റെഡ് അങ്ങ് കൊടുത്തേക്കാം. നമ്മുടെ നാട്ടുകാർ, നമുക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ. 18,920. ഓക്കെ, നമ്മളിത് മാർക്ക് ചെയ്തിട്ടു. ഇതിപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു, ഓക്കെ, ഇതെന്നാ നടന്നത്? 16 ജൂണിന്. 16 ജൂൺ. ഓക്കെ, 16 ജൂൺ. ഓക്കെ, കണ്ടോ? ഇത് നിങ്ങൾക്ക് വിശ്വസിച്ചേ പറ്റൂ കേട്ടോ, വേറെ വഴിയില്ല. കാര്യത്തിൽ ഇത്രയ്ക്കും സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് മാർക്കറ്റ് പ്രൊഫൈൽ ഇതുവരെയ്ക്കും ആരും, അല്ലെങ്കിൽ മാർക്കറ്റിൽ ആരും പറഞ്ഞു തരാത്ത ഒരു നഗ്ന സത്യമാണ്. നിങ്ങൾക്ക് വിശ്വസിച്ചേ പറ്റൂ. നിങ്ങൾ വിശ്വസിക്കൂ, മാർക്കറ്റിൽ നിറച്ച ലാഭങ്ങൾ ഉണ്ടാക്കൂ ആസ് എ ഓപ്ഷൻ ബയർ. കണ്ടോ, 16-ാം തീയതി ഇവിടെ എന്ത് പറ്റി? ഒരു നല്ലൊരു സെല്ലിംഗ് ടെയിൽ നമുക്ക് കിട്ടി. 16-ാം തീയതി നല്ലൊരു സെല്ലിംഗ് ടെയിൽ കിട്ടി. എക്സാക്ട്ലി നെക്സ്റ്റ് ഡേ, ഇത് നെക്സ്റ്റ് ട്രേഡിംഗ് ദിവസമാണ്. ഇത് 16, ഇത് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ 19. അടുത്ത ഇത് വെള്ളിയാഴ്ച, ഇത് തിങ്കളാഴ്ച. മാർക്കറ്റ് എക്സാക്ട്ലി ഓപ്പൺ ആകുന്നത് അവിടെയും റെസിസ്റ്റൻ്റ് ഇവിടെ നിന്ന് എടുക്കുകയും ചെയ്യുന്നു. മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഫാള് രാവിലെ നമുക്ക് കിട്ടി. ദ പവർ ഓഫ് മാർക്കറ്റ് പ്രൊഫൈൽ. ലേൺ മാർക്കറ്റ് പ്രൊഫൈൽ, ഏൺ മണി. എന്നിട്ട് ഓക്കെ, ഇത് ഫീച്ചർ അടുത്ത ദിവസം തന്നെ മാർക്കറ്റ് വന്നു. വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് സെല് ചെയ്യാൻ. വീണ്ടും നമുക്ക് മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സെല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാര്യത്തിൽ സിംഗിൾ പ്രിന്റിലോട്ട് തിരിച്ച് മാർക്കറ്റ് ടെൻറ്റ് ചെയ്യും. കണ്ടോ, ഇവിടെ എന്ത് പറ്റി? ഇവിടെ മാർക്കറ്റ് വീണ്ടും ഇവിടെ നിന്ന് എക്സാക്ട്ലി 18,920 റിജക്ഷൻ എടുത്തു. എന്നിട്ട് നല്ലൊരു ഫാൾ നമുക്ക് കിട്ടി. ഇതിൽ നിങ്ങൾക്ക് എന്ത് ക്യാൻഡിൽ സ്റ്റിക്കോ എന്ത് വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചാർട്ട് പാറ്റേൺ നിങ്ങൾ പഠിച്ചത് എന്ത് വേണോ യൂസ് ചെയ്യാം. ബട്ട് ഇത് വിശ്വസിക്കൂ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ്. എക്സാക്ട്ലി മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻ്റ് എടുത്ത് വീണ്ടും താഴെ വന്നു. 2 പ്രാവശ്യം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടി. ഈ ഏരിയയിൽ 2 പ്രാവശ്യം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. മൂന്നാമതൊരു ഓപ്പർച്യൂണിറ്റിക്ക് പോകരുത്. മൂന്നാമത് ആ റെസിസ്റ്റൻ്റ് ഇന്നലെ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് ആൾ ടൈം ഹൈയിലോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. അവിടെ നിന്ന് റെസിസ്റ്റൻ്റ് എടുത്തു, പക്ഷേ ഫോളോ ത്രൂ കിട്ടിയില്ല. എന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് കണ്ടു. സോ മാർക്കറ്റ് പ്രൊഫൈലിൽ സിംഗിൾ പ്രിൻ്റ് പല തരത്തിലുണ്ട്. നിങ്ങൾക്ക് സിംഗിൾ പ്രിൻ്റ് എങ്ങനെ റീഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നമ്മൾ മാക്സിമം ലൈവായിട്ട് തന്നെ മാർക്കറ്റിൽ നമ്മൾ ഇതേപോലത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏത് സിംഗിൾ പ്രിൻ്റാണ് വീക്ക്, ഏത് സിംഗിൾ പ്രിൻ്റാണ് സ്ട്രോങ്, ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് ഷുവറായിട്ടും ഈ ലെവൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. 19,160 മാർക്കറ്റ് മുകളിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഇത് ഷുവറായിട്ടും ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. 19,160 ഷുവറായിട്ടും സപ്പോർട്ടായിട്ട് മാർക്കറ്റ് വർക്ക് ചെയ്യും. ഓർക്കുക, മാർക്കറ്റ് മോസ്റ്റ് ലൈക്ലി ഇൻ ഫ്യൂച്ചർ വിൽ വിസിറ്റ് ദിസ് പർട്ടിക്കുലർ ഏരിയ എന്നുള്ള ഒരു കാര്യം അതിനകത്തുണ്ട്. ഇത് രണ്ടും ഓർക്കുക. പക്ഷേ ഇപ്പോഴും സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ആയിട്ട് സിംഗിൾ പ്രിൻ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓപ്ഷൻ ബയറായിട്ടും നല്ല പോയിന്റ്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.